ഹായ് ഹലോ പുതിയ കേക്ക് ഡെക്കറേഷൻസ് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാൻ പോണത് ഒരു ബ്രൈഡ് ടു ബി കേക്കാണ് കേട്ടോ. നമ്മൾ ആയിഷക്കുള്ള കേക്കാണ്. അവളെ ഫ്രണ്ടിൻ്റെ മാരേജിന് ഒരു ബ്രൈഡ് ടു ബി ഫംഗ്ഷൻ സർപ്രൈസായിട്ട് അവർ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മളടുത്ത് കേക്ക് സെറ്റ് ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 1 kg കേക്കാണ്, ബ്ലാക്ക് ഫോറസ്റ്റ്. അപ്പോൾ കേക്ക് നമ്മൾ 6 ഇഞ്ചിലാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്കിൻ്റെ കൂടെ നമുക്ക് 4 കപ്പ് കേക്കും കൂടി സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പ് കേക്ക് മോൾഡിലല്ല നമ്മൾ ബേക്ക് ചെയ്തിട്ടുള്ളത്. സെപ്പറേറ്റ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്ത പോലെ തന്നെ ചെയ്തിട്ട് ഇതിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ കേക്ക് അത്യാവശ്യം ഹൈറ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിന് മാച്ചായിട്ടുള്ള കപ്പല്ല ഇത് കിട്ടിയിട്ടുള്ളത്, വേറൊരു കളറ് നമ്മുടെ കയ്യിലുള്ള ഒരു കപ്പാണ് കേട്ടോ ഇതിനെടുത്തിട്ടുള്ളത്. എന്നാലും ഇതിന് നല്ല മാച്ചായിരുന്നു കേട്ടോ. ഇനി നമ്മളൊരു ബ്രൈഡിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം അതിന് മാച്ചാവുന്ന കുറച്ച് ഫ്ലവേഴ്സും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ബ്രൈഡ് ടു ബി ടോപ്പർ ഞാൻ ആദ്യത്തെ മാറ്റി ഇതാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡേ നമുക്കൊരു 1/2 kg കേക്കാണ് സെറ്റ് ചെയ്യാനുള്ളത്. ഇത് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് വൈഫ് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കേക്ക് നമ്മൾ 5 ഇഞ്ചിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. കേക്കിൻ്റെ മുകളിലായിട്ട് ഉള്ള മോഡൽ അത്യാവശ്യം ട്രെൻഡിങ് നല്ല പോയൊരു കേക്കാണ് കേട്ടോ. ഇപ്പോൾ ട്രെൻഡിങ്ങിലല്ല, കുറച്ച് മുന്നേ ട്രെൻഡിങ്ങിലായ ഒരു കേക്കായിരുന്നു. പക്ഷെ ഞാനിപ്പോഴാണ് കേട്ടോ എനിക്ക് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കേക്കിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഹസ്ബൻഡ് അതുപോലെ ഡാഡ് എന്നുള്ള ഒരു ഇത് കൊടുക്കേണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യം ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തിട്ട് തലേന്നേ സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഡെലിവറിയുടെ തൊട്ട് മുന്നെയാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. കേക്ക് നല്ല ചെറുതാണ്, 1/2 kg ആണ്, 5 ഇഞ്ചാണല്ലോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കറക്റ്റ് ആവുമോ എന്നുള്ളൊരു ടെൻഷൻ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഹസ്ബൻഡ് എന്നുള്ളത് ഈ ഒരു ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ക്രീം വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഒരു ഭംഗി കിട്ടില്ല. പ്രത്യേകിച്ച് ഞാനൊക്കെ എഴുതി കഴിഞ്ഞാൽ അത് കൊള്ളാവും. എനിക്കത് എഴുതൽ നമുക്ക് ശരിയായ പരിപാടിയല്ല. അപ്പോൾ ഞാൻ ഫോണ്ടൻറ്റിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കേക്കിൻ്റെ ഉള്ളിൽ കൊള്ളൂലേ എന്നുള്ളത് കേട്ടോ. ഭാഗ്യത്തിനെല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 4 ഫോണ്ടൻറ്റിലെ ഹാർട്ട്സും കൂടി വെച്ചിട്ട് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ അന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്വയർ കേക്ക് 3 kg കേക്കാണ് കേട്ടോ ചെയ്യാണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല, കാരണം എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത ദിവസം ചെയ്യണതാണ്. അപ്പോൾ ഇങ്ങനെ കുറേയൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഏകദേശം സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഇത് നമ്മൾ എനിക്ക് തോന്നുന്നു ന്യൂ ഇയറിന് ചെയ്ത കേക്കാണല്ലോ, ആ ഒരു ടൈമിൽ ചെയ്ത വ്ളോഗാണ് കേട്ടോ ഇത്. ന്യൂ ഇയറിന് നമുക്ക് കോളേജിലേക്ക് ചെയ്യാനുള്ള ഒരു കേക്കായിരുന്നു. അപ്പോൾ അത് കേക്ക് 2 kg ആണ്, പക്ഷേ 3 kg സൈസിൽ ചെയ്യാനാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് ഒരുപാട് കട്ട് പീസ് വേണം. അപ്പോൾ അതുകൊണ്ട് നല്ല പരത്തി ചെയ്യാൻ. അപ്പോൾ 2 kg കേക്കാണ് 3 kg സൈസിൽ ചെയ്യാം കേട്ടോ. അങ്ങനെ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ റേറ്റ് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചോദിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എക്സ്ട്രാ 50 രൂപ മേടിച്ചിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ട് നമ്മൾ ഫോണ്ടൻറ്റിലാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത്. അവരെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മോഡലൊന്നും നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല, അവർക്ക് അത്യാവശ്യം നല്ല പരത്തി ചെയ്ത് തരണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്ലെയിനാക്കി കൊടുക്കേണ്ട തോന്നി. ഞാൻ ജസ്റ്റ് ഒരു പിങ്ക് കളർ എടുത്തിട്ട് കുറച്ച് മുകളിൽ റോസറ്റ കൊടുത്തു. അപ്പോഴും എനിക്കതൊരു ഫിനിഷിംഗ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടി ക്രീം ബാലൻസ് ഉള്ളതുകൊണ്ട് ഒരു താഴെ ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെ തന്നെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.